ജെയ്ഷെ മുഹമ്മദ് പോരാളികളല്ലാന്ന് നീ ഇപ്പൊ പറഞ്ഞോ? അവര് തീവ്രവാദികളാണെന്ന് ഇപ്പൊ പറഞ്ഞാൽ മതി. ഇപ്പോഴല്ല, നമുക്കത് ക്ലിയർ ചെയ്യാം. ഇന്നും അന്ന് എന്നും അല്ല. ഇസ്ലാമികമായിട്ട് അപ്പം നീ പോരാളികൾ അബദ്ധത്തിൽ പറഞ്ഞായിരിക്കും. മതി, അത്ര മതി. അത്രയും പോരാളി പറഞ്ഞിട്ടില്ല. നീ വെറുതെ കിടന്ന് അയിമ കിടന്ന് ഞാൻ ഇന്ത്യൻ പോരാളികളെ കുറിച്ച് പറയുള്ളൂ. ഇന്ത്യൻ പോരാളികൾ ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ, ഇന്ത്യൻ നമ്മളെ അഭിമാനം, അത് ഞങ്ങളെ അഭിമാനമാണ്. ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്ന് പറഞ്ഞു. ചിലപ്പോൾ നിനക്ക് വാക്ക് പയച്ചതായിരിക്കും, അത് നമുക്ക് മനസ്സിലാവും, അത് നമുക്ക് വിടാം. അത് കേൾപ്പിക്കാം, ആ ഭാഗം ഞാൻ കേൾപ്പിക്കാം. നീ എന്താ പറഞ്ഞെന്ന് ആൾക്കാർ തീരുമാനിച്ചോട്ടെ. എന്നെ സംബന്ധിച്ച് നീ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങനെ എനിക്ക് ധൈര്യമുള്ള ആൺകുട്ടി ഇപ്പൊ കേൾപ്പിക്കും. ഹലോ, എന്തൊക്കെ സുഖല്ലേ? ഓ സുഖം. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ക്യാഷ് കിട്ടിയോ? റെക്കോർഡ് ചെയ്തിട്ട് ക്യാഷ് കിട്ടിയേക്കാ? വീഡിയോ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യില്ലേ? ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യണ്ടെന്നാണ്. റെക്കോർഡ് ചെയ്യും. എന്താണ് കാര്യം എന്ന് പറയാ? ഞാൻ ചോദിക്കണത് നമ്മളിപ്പോ വോയിസ്, എനിക്ക് ചോദ്യം കേട്ടോ. എന്റെ വോയിസ് റെക്കോർഡ് ചെയ്യണ്ട, നിനക്ക് എന്റെ വോയിസ് ഇട്ട് പൈസ കിട്ടണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇടും. അത് നമ്മൾ സംസാരിക്കണോ വേണ്ടെന്ന് അപ്പൊ തീരുമാനിക്കും. അല്ല, എനിക്ക് സമ്മതമല്ല എന്റെ വോയിസ് റെക്കോർഡ് ചെയ്യണത്. അങ്ങനെ ഒരു വ്യക്തിന്റെ തീരുമാനമാണ്. ഇപ്പൊ എന്റെ കൺസേൺ ഇപ്പൊ എന്തിനെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കണത്? ഞാനും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് അതല്ല ഞാൻ ചോദിക്കണത്. നേട്ടമല്ല, പറഞ്ഞാ കേട്ടോളൂ. നിങ്ങൾ എന്നോട് ചോദിച്ചാലേ മറുപടി. അല്ലല്ല, ഞാനല്ലേ വിളിച്ചത്. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നേ വിളിച്ചതാണ്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അൽത്താഫ്. അൽത്താഫും ഞാനും തമ്മിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഇടപാടോ സംസാരമോ ഒക്കെ പേഴ്സണൽ പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. ഞാൻ പറയട്ടെ. പേടിക്കണത് നിന്റെ വർത്താനങ്ങളൊക്കെ പേടിയല്ല. തമാശ പറയാനൊക്കെ അറിയാലേ. എന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിന്നേക്കാൾ വലിയ തമാശയും ഈ കാര്യങ്ങളെ കോട്ടിമാട്ടിൽ നിന്നേക്കാൾ വലിയ ആള് വേറെ അല്ല. അത് ശരിയാണ്. നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യണം എന്തുകൊണ്ടാ? നിനക്ക് പ്രത്യേക ശാസ്ത്രമല്ല. നമ്മൾ തമ്മില് ഒരു ആദർശത്തെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം നാട്ടുകാർ കേൾക്കുന്നതിനെ പേടിക്കുന്നത് എന്തുകൊണ്ടാ? പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ അത് ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കരുത്. ഞാൻ പൈസ ഉണ്ടാക്കും. എന്നെ വിളിക്കണ്ട, പ്രശ്നം തന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് സ്വയം കെടുത്തല്ലോ. ഞങ്ങളാരും പൈസ ഉണ്ടാക്കില്ലല്ലോ. ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് സ്വയം കെടുത്തിയതാണോ? ഞാൻ അങ്ങോട്ട് വിളിച്ചതാണോ? അല്ല, ഞാൻ വിളിച്ചതാണ്. ഞാൻ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന കാര്യം എന്താണ്? എനിക്ക് ആളുകളെ വേറെ ആൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ നിങ്ങൾ സംസാരിക്കുന്നില്ല. അതാണ് അവസരം എന്താ? നീ കോട്ടി മാറ്റാണ്. നീ പറഞ്ഞു അപ്ലോഡ് ചെയ്യൂട്ടോ. അപ്ലോഡ് ചെയ്യേ. അത് ആദ്യം പറഞ്ഞുതരാം. വിഷയത്തിലേക്ക് സംസാരം പോയാൽ അപ്ലോഡ് ചെയ്യും. അതിന് എന്റെ കൺസേൺ ഇല്ല. കൺസേൺ ഒന്നും വേണ്ട. കേസ് കൊടുക്കല്ലേ? അതാണല്ലോ ചാനൽ കൂട്ടാൻ വേണ്ടി കേസ് കൊടുക്കുക, വീഡിയോ അപ്ലോഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കുന്നതാണോ? ഇപ്പൊ കേസ് കൊടുക്കുന്നതാണോ? ബാസിലിന്റെ ബാസിലോട് പറയും. ഞാൻ അതല്ല ലിയാക്കത്തെ. ഞാൻ യുക്തിവാദികൾക്ക് ബാഗ് കൊടുക്കുന്നത് എന്നെ വിളിച്ചതാണെങ്കിൽ ഞാൻ പറയണത് കൂടി കേൾക്കണം. എന്നോട് സംസാരിക്കാൻ വേണ്ടി എന്നെ ഫോൺ വിളിച്ചോട് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ അവസരം. അതായി പറയണത്. ഉത്തരം പറയാൻ സമ്മതിച്ചില്ല ഇതുവരെ. പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യം മറുപടി താങ്കള് എനിക്ക് എന്താ പറയാ ചോദ്യം ചോദിക്കാൻ മുഴുവൻ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ എന്റെ സമ്മതമല്ലാതെ ഒരു എന്താണെങ്കിലും ഏതാണെങ്കിലും എനിക്കിഷ്ടമല്ല ഒരാൾ എന്റെ വോയിസ് ഇട്ട് പൈസ ഉണ്ടാക്കണം എങ്കിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ചോദ്യം കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് നിന്റെ അഭിപ്രായം, നിങ്ങളുടെ ഇതിലെ അഭിപ്രായം എന്താ വെച്ചാൽ എന്റെ കൺസേൺ ഇല്ലാതെ ഒരാളൊന്നുമില്ല. നിങ്ങൾ എന്റെ പേര് പറഞ്ഞോ, ലിയാക്കത്ത്. ഏതാളെങ്കിൽ അപ്പൊ എനിക്ക് ഏതാളുടെ കേസൊന്നും എനിക്കറിയില്ല. എന്നോട് സംസാരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. എന്നോട് സംസാരിക്കും. ഏത് വിഷയമാണ് ചോദ്യം? എനിക്ക് സമ്മതമില്ല. ചോദ്യം ചോദിച്ചാൽ പിന്നെ മറുപടി പറയാനുള്ള കഴിഞ്ഞോ? അല്ല, ചോദ്യം മുഴുവൻ ആലോചിച്ചില്ല. നിൽക്കരുത്. നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ പറയാ, ഒരു ചോദ്യം ചോദിച്ചാല് 3 തവണ ഒരേ സാധനം ചോദിച്ചു, മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഞാൻ ചോദ്യം കംപ്ലീറ്റ് പറയാം. നീ മനസ്സിലായില്ല പറയുന്നത്. അതായത് എന്റെ കൺസേൺ ഇല്ലാതെ ഒരു കാര്യം കൺസെന്റ് എന്താണ് നോക്കട്ടെ? കൺസെന്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഭയമല്ല, മീൻസ് എന്റെ ആശങ്ക ഉണ്ടാവും. എന്റെ വോയിസ് ഒരാൾക്ക് കേൾക്കണം, കൺസേൺ പരിഗണിക്കാതെ. ശരി, ഓക്കെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ.
അത് ഇപ്പൊ ഞാൻ എന്താട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് തുടങ്ങി ചോദ്യം ഞാൻ ആൾക്കാരുടെ. അപ്പൊ ഞാൻ സംഭവം ഇതാണ്, ആൾക്കാരെ കേൾപ്പിക്കാം, തീരുമല്ലോ. ആൾക്കാരെ കേൾപ്പിക്കാൻ ഇപ്പൊ ഒരു മൈക്ക് വെച്ചിട്ട് ഞാൻ യുക്തിവാദം ഇതിനാണ് നമ്മൾ ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു വ്യക്തിയായിട്ട് മനസ്സിലായോ? നീ അല്ല എനിക്ക് കോമഡി നിന്റെ വർത്താനം കേട്ടിട്ട് നിനക്കോട്ടെ എന്റെ ചോദ്യം റെക്കോർഡ് ചെയ്ത് ഞാൻ ഇത് അറിയാൻ വേണ്ടി നീ റെക്കോർഡ് നിന്റെ ആശയം ആയിക്കോട്ടെ. നിന്റെ ആശയം എന്താണ്? നീ ലോകത്തോട് പറയാൻ സംഭവിക്കുന്നത് ചോദ്യം നിനക്ക് എന്റേതില്ലാതെ എന്താണ് നിന്റെ അഭിപ്രായത്തിൽ എന്റെ കൺസേണോ ഇല്ലാതെ നിന്റെ സമ്മതമില്ലാതെ ഞാൻ ചോദ്യം നിനക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഫ്രെയിം ചെയ്യാം, അതന്നെയാണോ എന്ന് നീ പറഞ്ഞു. ഓക്കെ, നിന്റെ സമ്മതമില്ലാതെ നീ എന്നോട് സംസാരിക്കുന്ന ഫോൺ കോളുകൾ നിനക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമില്ല, അത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് നിന്റെ ചോദ്യം അല്ലേ? ഇനി കേട്ടോ അതിന്റെ ഇടയിൽ കയറരുത് കേട്ടോ. ഞാന് ഈ ഫോൺ നമ്പർ പബ്ലിക്കിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മതവിമർശനപരമായ വിഷയങ്ങളിൽ ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് പൊതു കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാനും സംസാരിക്കാനും ആണ്. ഇങ്ങനെ വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യുമെന്ന് ഈ നമ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയം മുതൽ കൊടുക്കുകയും ഇത്തരം കോൾ റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് ഈ നമ്പർ പ്രത്യേകമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നോട് വിളിക്കുന്ന ആളുകൾ വ്യക്തിപരമായിട്ട് എന്നെ വിളിക്കാനും സംസാരിക്കാനും എനിക്ക് വേറെ പ്രൈവറ്റ് നമ്പർ ഉണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഉസ്താദുമാരും പല സംശയമുള്ളവരും ഒക്കെ വിളിക്കാറുണ്ട്. കംപ്ലീറ്റ് ചെയ്തില്ല, ഉത്തരം കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ എന്നെ വിളിക്കുന്ന ആളുകളിൽ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ മാന്യമായ രീതിയിൽ ഒരു വിഷയത്തിൽ അറിവ് കിട്ടാനാണ്, കാര്യം മനസ്സിലാക്കാനാണ് എന്ന രീതിയിൽ എന്നോട് വിളിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ വിശ്വാസികൾ അവിശ്വാസികളും ഉണ്ട്. പല ആളുകളും അത് എന്നോട് പറയാറുണ്ട്, ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതിന്റെ റീസണും കൂടെ അവർ പറയും. ഓക്കെ, അതിന്റെ റീസൺ പറയും. അവർക്ക് അത് അവർക്ക് പുറത്ത് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം, അവർക്ക് പേടിയുണ്ടാവാം, അവര് വേറെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവരുടെ ആ കൺസേൺ ഒക്കെ പരിഗണിച്ച് എത്രയോ കോളുകൾ എന്നെ വിളിക്കുന്ന കോളിന്റെ ഒരു 10% ഞാൻ സാധാരണ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതേ സമയത്ത് നമ്മളെ ഊശിയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ച് വിളിക്കുകയും നമ്മൾ നുണ പറയുന്നു, കോട്ടി മാട്ടുന്നു എന്നൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ച് വീരസ്യം പറയുന്നവന്റെ കോളുകൾ ഓർക്ക് സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തുവിടും. സബ്ജക്ട് വൈസ് സംസാരിക്കുന്ന കോളുകൾ തീർച്ചയായിട്ടും പുറത്തുവിടും. അത് പ്രത്യേകിച്ച് നമ്മളെപ്പോണ്ട് അടിച്ചു മലത്തി കളയാന്നൊക്കെ വിചാരിച്ചപ്പോ നീ വിളിക്കുന്ന പോലെ വിളിക്കുന്ന കോളുകളല്ലേ, ആ കോളൊക്കെ എന്തായാലും എടുത്ത് പുറത്തിടും. അതിന് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഒരു മിനിറ്റ് ഒരു ചെറിയ കാര്യം. ഇനി പറഞ്ഞോ, ഇനി എന്താ എനിക്ക് പറയാനുള്ളത്? നിന്നെ അടിച്ചു മാറ്റുന്ന ആവശ്യം എന്തിനാ? ഞങ്ങൾക്ക് ഒരു വിശ്വാസം നിലക്ക് ഒരാളെയും തോൽപ്പിക്കാനോ പരസ്പര ആശയങ്ങൾ പങ്കുവെക്കലുള്ളൂ. അല്ലാതെ യുക്തിവാദികളെ പോലെ ഞങ്ങൾ നിന്റെ ആദ്യത്തെ കോളൊന്ന് പരിശോധിച്ചോ. ഇപ്പൊ നീ ഈ കോളിൽ നീ ഇതിനു മുമ്പ് ഏത് തരത്തിലുള്ള ഡയലോഗ് അടിച്ചെന്ന് നോക്കിക്കോ. ഞാൻ കോട്ടി മാറ്റിയെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആ കോട്ടി മാറ്റിയെന്ന് പ്രൂവ് ചെയ്യണം. കോട്ടി മാറ്റി എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞ അതായത് ഇപ്പോ ഒരു വിഷയം പറയുമ്പോ ഇപ്പൊ ഞാൻ തന്നെ നീ പറഞ്ഞു ബനു കുറയത് 500 ആളെ കൊന്നു എന്ന് പറഞ്ഞു. 800 ആളെ കൊന്നു എന്നാണ്, 600 900 പല അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ സ്വഹിയായിട്ടും ഒരു രേഖയിൽ ഇത്ര ആളെ കൊന്നു. ആ പുള്ളിയാണോ ഇത്? ശരി, ആളെ പെട്ടെന്ന് മനസ്സിലായില്ല. ഇനി ഇതിലെ പ്രശ്നം എന്താ പറഞ്ഞത് കേട്ടോ. സഹീഹായ ഹദീസ് പ്രകാരമോ അതല്ലെങ്കിൽ ഇതിൽ ലഭ്യമായിട്ടുള്ള ചരിത്ര രേഖകൾ പ്രകാരമോ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നീ വേണമെങ്കിൽ ഒന്നുകൂടി പോയി കേട്ടോ. അന്ന് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എണ്ണത്തിന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, കൂട്ടക്കൊല നടന്നു എന്നത് വസ്തുതയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് പിന്നെ നമ്മള് ഉണ്ടാക്കി പറയുന്നതാണ്, നമ്മള് കള്ളം പ്രചരിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തെളിവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഗണ്യതമായത് ഒന്നും ഇസ്ലാമിൽ ഇല്ല സുഹൃത്തെ. ഗണ്യതമായത് എന്താ ഇസ്ലാമിലുള്ളത്? എത്ര ഹദീസ് ഉണ്ട്? മുത്തവാത്തിറായ എത്ര ഹദീസ് ഉണ്ട്? എത്ര മുത്തവാത്തിർ ആണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത എത്ര ഹദീസ് ഉണ്ട്? അത് വളരെ കുറച്ചേ ഉള്ളൂ. എത്ര ഉണ്ടാവും? ഒരു 100 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ബാക്കി എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് തന്നെയാണ് അർത്ഥം. മുസ്ലിം ലോകത്തിൽ സഹീഹായ ഹദീസുകളുടെ കാര്യത്തിൽ തന്നെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പരസ്പരം കോൺട്രാഡിക്ഷൻ വരുന്ന ഹദീസുകളുണ്ട്.
അപ്പൊ നമ്മൾ ഇതിനെ സ്വഹീൽ ബുഖാരിലെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹാണ് എന്ന് മുസ്ലിം പണ്ഡിത ലോകം ഏകാഭിപ്രായമായിട്ട് ഈ അംഗീകരിച്ച ഒട്ടുമിക്കാലിന്റെ മാനദണ്ഡം എന്താണ്? ആരത് നിശ്ചയിക്കുന്നത്? അത് പണ്ഡിതന്മാരാണ്. ഇപ്പൊ ഏത് പണ്ഡിതൻ? ഏറ്റവും അവസാനം ഹദീസ്, ഏറ്റവും അവസാനമല്ല, ഏറ്റവും പ്രബലമായിട്ട് ഹദീസുകളെ വിശദമായിട്ടുള്ള നിദാന ശാസ്ത്ര പഠനത്തിന് വിധേയമാക്കുകയും ഹദീസുകളെ ഗ്രേഡ് ചെയ്യുകയും ചെയ്ത ഒരു പ്രധാന സുന്നി പണ്ഡിതനാണല്ലോ അൽബാനി. സംശയമില്ലല്ലോ. ഇല്ല. അൽബാനി ഗ്രേഡ് ചെയ്ത എല്ലാ ഹദീസുകളും സഹിഹാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്വഹീഹ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഞാൻ അംഗീകരിക്കും. ഞാൻ മുഹദ്ദിസ് അല്ലല്ലോ. അഭിപ്രായം അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലോകത്തുള്ള ഒരു കാര്യത്തിലും അതായത് ഇത് പറയണൊക്കെ പഠന വിധേയമാണ്. അതുകൊണ്ടാണ് ഇത് ഇന്നും ഹദീസുകളും ഇതൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും ആളുകള്. സുഹൃത്തെ, ഇത് പൂർത്തീകരിക്കപ്പെട്ട ഒരു മതല്ലേ? അതെന്ത് പൂർത്തീകരിച്ചു എന്നാണ്? അള്ളാന്റെ വചനം ഈ ദീന് പൂർത്തീകരിച്ചു. അവിടുത്തെ നിയമങ്ങൾ ഇപ്പൊ ഒരു കാര്യം വേണ്ട. ഇപ്പൊ ആധുനികമായ അതിനുള്ള പണ്ഡിതന്മാർക്ക് സോഴ്സ് കൊടുക്കത്തില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ടാക്കുന്നത്? ഹദീസിന്റെയും ഖുർആനിന്റെയും മനസ്സിലായി. ഇജ്മാ ഉണ്ടാക്കാനുള്ള പവർ ആർക്ക് അള്ള കൊടുത്തിട്ടുണ്ടോ പണ്ഡിതന്മാർക്ക്? പറഞ്ഞേ. നബി പറയല്ലേ? എന്താ പറഞ്ഞത്? നബിയല്ല അള്ള പറഞ്ഞത്. നബി പറഞ്ഞ കുറെ അവ്യക്തതകൾ ഉണ്ടല്ലോ. അവ്യക്തത ഇല്ലാത്ത ഖുർആനിലാണല്ലോ അള്ള പറഞ്ഞ ഇജ്മാ ഉണ്ടാക്കാൻ പണ്ഡിതന്മാർക്ക് അധികാരം കൊടുത്താൽ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അപൂർണത എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു ന്യൂനതയാണ്, അവ്യക്തതയാണ്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിക്കാം നിങ്ങൾക്ക്, എനിക്ക് വ്യക്തതക്ക് വേണ്ടിട്ടാ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ലോകത്ത് ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇതല്ലേ പ്രധാന 4 അല്ലെ? ഇതിൽ ഇജ്മാ, ഖിയാസ് ഈ 2 കാര്യത്തിൽ പ്രാമാണികത ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ? ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോന്നോ? ഖുർആനിൽ ഇതിന് പ്രാമാണികത ഉണ്ടോന്നുള്ളത് അതിൽ പറഞ്ഞത് ഖുർആനിലെ ഏറ്റവും ഒരു സമൂഹം. ഇപ്പൊ ഞാൻ പറയാം, അതിൽ ഹദീസൊക്കെ ഉണ്ടാവും നോക്കും, ഖുർആനിലുണ്ടോ നോക്കും. ഖുർആനിൽ തെളിവില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്താ, ഖുർആനിന്റെ പ്രമാണമായിട്ടുള്ള ഖുർആനിനെ ആധികാരിക ഖുർആന്റെ പ്രമാണമായിട്ടുള്ള 1-ാം പ്രമാണമായിട്ടുള്ള ഖുർആനിനെ വിശദീകരിക്കാൻ ഹദീസ് ഉപയോഗിക്കാൻ ഞാൻ പറയട്ടെ, ഹദീസ് ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നതോ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് സൂചന നൽകുന്നതായിട്ടുള്ള ഖുർആൻ വചനമുണ്ട്. അല്ലെ? അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ കൈകാര്യം കർത്താക്കന്മാരായിട്ടുള്ള അവിടെ വിവരം വേറെ നൽകപ്പെട്ട നിങ്ങൾ ഈ പണ്ഡിതന്മാർ വിവരം നൽകപ്പെട്ട അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് ഏറ്റവും ഉത്തമം? അതൊന്നും കുഴപ്പമില്ല. വിവരമുള്ളവന് അള്ളാഹുവിന്റെ അടുത്ത് ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ നിയമത്തിന്റെ സ്രോതസ്. വിഷയത്തിൽ നിൽക്കൂ. ഇജ്മാഉം ഖിയാസും പ്രമാണമാക്കുന്നതിനുള്ള ഖുർആനിക തെളിവാണ്. അതാണ് ഞാൻ ചോദിച്ചത്. എന്താ? ജനങ്ങൾ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തതയാണ് ഇസ്ലാമിന്റെ എല്ലാത്തിന്റെ ഒരു ആശയത്തിൽ. ഒരു ഹാളില് ഒരാളെ കൊടുന്നു ഓരോരുത്തർക്ക് തോന്നുന്നത്, ഒരു ആയത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് തോന്നുന്നത് എന്താ? കുറെ വ്യത്യസ്തമായ അറിവുകൾ കിട്ടും. നമുക്ക് ആദ്യം എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം ചായ കുടിക്കാൻ പറ്റും. ഇത് VSSC നിങ്ങൾ പറയും ഇജ്മാ ഖിയാസും പ്രമാണമാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദീനക്കുന്നാണല്ലോ, ദീൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദീൻ പൂർത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? വഹീ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. വഹീ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ദീനിന്റെ പ്രമാണമാണ് എന്നതിന്റെ ഖുർആനിന്റെ തെളിവാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞോളി, ഖുർആൻ വചനം പറഞ്ഞോളി. ഖുർആന്റെ വചനം ഇപ്പൊ എല്ലാത്തിനും ഖുർആൻ തെളിവുണ്ട്. നിസ്കരിക്കുന്ന 4 റക്അത്താൻ തെളിവില്ലല്ലോ. നിസ്കരിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞ തെളിവുണ്ടല്ലോ. നിസ്കരിക്കാൻ പറഞ്ഞ തെളിവുണ്ടല്ലോ. നിങ്ങളിൽ കൈകാര്യകർത്താക്കന്മാരെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കന്മാരെ അനുസരിച്ചോളിയും. പക്ഷെ കൈകാര്യകർത്താക്കന്മാർ വിധി നിർണ്ണയിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആനിന്റെ ഹദീസിന്റെ അതാ പറഞ്ഞത്. ഇങ്ങനെ അതിൽ നിന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ നിർദ്ധരിച്ചെടുക്കാൻ പണ്ഡിതന്മാർക്ക് അധികാരം കൊടുത്ത ഖുർആൻ വചനം ഏതാണ്? ഇതാ ചോദിച്ചത്. ഖുർആൻ വചനം ഉണ്ടല്ലോ. പിന്നെ ഹദീസ് ഉണ്ടല്ലോ. അള്ള ഖുർആനിൽ മുഹമ്മദ് നബിനോട് പറയണു ഖുർആനിലില്ലേ? എന്തിനെ കുറിച്ചാ? ഖുർആൻ വിശദീകരിച്ചു കൊടുക്കേണ്ട ആള് അള്ളാന്റെ റസൂലാണ്. അപ്പൊ എവിടെ നിൽക്കും? അത് ഹദീസിൽ കഴിയും. ഹദീസിൽ കഴിയും. ഈ ഇതൊക്കെ പറഞ്ഞു പോകുന്ന എന്തിനാ അറിയോ? നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ അടുത്ത് ഒരു കുയുക്തി പറയുമ്പോ
അതിനേക്കാളും വലിയ സാധനം എന്റെ അടുത്തുണ്ട്. ലിയാഖത്തെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ആശയം അല്ല അല്ല ഇത് നബിയുള്ള കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്. ഈ അവ്യക്തതയാ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഞാൻ അവ്യക്തത? ചോദിക്കട്ടെ, അവ്യക്തത എവിടെയാ അവ്യക്തത വന്നത്? എവിടെ ഇത് ചരിത്രത്തിന്റെ നിങ്ങൾ സംഗതികളല്ലേ? പറയണോ ബനു ഖുറൈദയിൽ ആളെ കൊന്നു, ബനു ഖുറൈദയിൽ ആളെ കൊന്നു, ആ ചരിത്ര സംഭവങ്ങളല്ലേ? ആ ചരിത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ കൃത്യമായി മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് അങ്ങനെ നിസാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാവിന്റെ ഇല കൊഴിഞ്ഞ പോലത്തെ സാധനമല്ലോ. അവിടെ എണ്ണമല്ല, എണ്ണം പ്രധാനമാണ്. ഇല്ല കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം പ്രധാനമാണ്. ഞാൻ ചോദിക്കട്ടെ ലിയാഖത്തിനോട് ചോദ്യം ചോദിക്കട്ടെ, മറുപടി പറയണേ. അത് ഇതെന്ന് പറയുന്നത് ഞാൻ എവിടെയോ അതും പറയാറില്ല. പറയാം. ഇപ്പൊ ഈ ഉദാഹരണം പറയാം. ഇപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും നല്ല നിലക്കാണ് ഒരു കരാറുണ്ട്. എന്താ കരാറ്? ഇന്ത്യ ഒരു രാജ്യം പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? സഹായിക്കും എന്നുള്ളൊരു കരാറുണ്ട്. എന്ത് നിൽക്കും? ഞങ്ങൾ കൂടെ നിൽക്കും. പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കൂടെ കൂടുന്നു പറഞ്ഞാല് നേരിട്ട് യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ചില്ല. അപ്പൊ ഇന്ത്യ സഹായിക്കണ്ട, അവരുടെ വാതിലുകളും ഒക്കെ കരാർ ലംഘിച്ചു എന്ന് കൂട്ടിക്കോ. ബംഗ്ലാദേശ് കരാർ ലംഘിച്ചു. അവിടെ അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും തുണി നോക്കിയിട്ട് അവരുടെ രോമം നോക്കിയിട്ട് കൊല്ലുക ചെയ്യാം. അല്ല ചോദിക്കട്ടെ, അവിടെ എന്താ ചെയ്യാ? അവിടെ മുഖ്യരോമം നോക്കി എന്താ അർത്ഥമാക്കണം? ഞാൻ നേരത്തെ ചോദിച്ചു എന്താണ്. അല്ല അതാണോ ചെയ്യാ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഒരു പ്രായപൂർത്തിയായ മനുഷ്യനെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാനോ പറ്റുള്ളൂ. മറ്റേത് നോക്കണോ? ഗുഹ്യരോമല എന്താ നോക്കുക? ഒരാൾക്ക് പ്രായപൂർത്തിയായ അല്ല കേൾക്കട്ടെ ഞാൻ പറയട്ടെ, ചോദിക്കാൻ മറുപടി പറയാം. ലിയാഖത്ത് ഇന്ത്യയിൽ ഒരാളെ പ്രായപൂർത്തിയായി അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാക്കും. കുറ്റവാളിയെ പിടിച്ച് എന്തിനാണ് വൈദ്യപരിശോധന? അത് പറയാം. എന്തിനാണ് ആളുടെ ഏജ് പരിഗണിക്കാൻ ചിലപ്പോ വൈദ്യപരിശോധന മാത്രമല്ല, അയാൾ ബുദ്ധിശൂന്യനാണോ? പല കാര്യങ്ങളും ഉണ്ട്. അയാൾ എന്ത് മാനസിക രോഗിയാണോ? അയാളെ എല്ല് പരിശോധന നടത്താറുണ്ട്. എന്തിനാണ്? എന്നിട്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൂട്ടമായി നടപ്പിലാക്കോ? എന്റെ പൊന്നാര അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു പർട്ടിക്കുലർ കുറ്റവാളിയെ വൈദ്യപരിശോധന നടത്തുന്നതും ഒരു ജനതയുടെ പ്രായം പരിശോധിച്ചിട്ട് കൊല്ലാൻ വിധിക്കുന്നതും തമ്മിൽ എങ്ങനെ എന്ത് കമ്പാരിസൺ ആണിത്? ഞാൻ ചോദിക്കട്ടെ, കാർഗിൽ യുദ്ധത്തിൽ എത്ര കൊന്നു? ആര് കൊന്നു? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞുതരാം ഓപ്പറേഷൻ സിന്ദൂറില് പറഞ്ഞുതരാം. നിങ്ങൾ കാർഗിൽ പറഞ്ഞോണ്ട് പറഞ്ഞതാ, ഞാൻ മറന്നു. അങ്ങനെ വിടാൻ പറ്റില്ല, നിങ്ങളെ വിടാൻ പറ്റില്ല. നിങ്ങൾ ലഷ്കർ തൈബയുടെ എന്തിന്റെ ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളികൾ എന്ന് പറഞ്ഞു ഇല്ല, പറഞ്ഞിട്ടില്ലേ? ഞാനത് വിട്ടു. അതായത് നിങ്ങൾ തീവ്രവാദാക്രമണത്തിനെതിരെ ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ അവിടെ പോയി ഇന്ത്യ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച കൂട്ടത്തില് നിങ്ങൾ നൈസായിട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളികൾ എന്ന് പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്? അല്ല, പറഞ്ഞുതരാം നിങ്ങൾ കാർഗിലേക്കൊക്കെ വരാം. ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ നിങ്ങൾ പറഞ്ഞത് തിരുത്തുന്നുണ്ടോ? ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ കാശ്മീരിൽ പറഞ്ഞുതരാം കാർഗിലേക്ക് വരാം. കാർഗിലേക്ക് വരാം. കാർഗിലേക്ക് വരാം. നീ ആദ്യം പറഞ്ഞതിന് മറുപടി പറയാതെ നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്ന് പറഞ്ഞതിന് തീരുമാനം. അത് ഞാൻ മറന്നുപോയതാ. നീ ഇപ്പൊ മറന്നു പോരുന്ന കാർഗിലൊന്നല്ല, അവിടെ നിൽക്ക്. ഇത് പറയാതെ ഒരു മിനിറ്റ് എന്നാ പറഞ്ഞോ. ആകെ ചോദിക്കില്ല. ഞാനാണ് തുടങ്ങിയിട്ട് ചോദ്യം. നീ എന്നോട് ജെയ്ഷെ മുഹമ്മദ് നീ എന്താ പറഞ്ഞോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാനത് മറന്നതാ. ഞാനാണ് നിന്നെ വിളിച്ചത്. ഇന്ത്യ രാജ്യത്ത് കയറിയിട്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ മതം ഞാൻ ചോദിക്കുന്നത് നീ മറുപടി പറയും. എന്നോട് ഇനി സംസാരിക്കണമെങ്കിൽ ആ കാര്യത്തിൽ തന്നെ നിലപാട് നിന്നോട് ഞാൻ ചോദിക്കണമെങ്കിൽ ആദ്യം ചോദിക്കും മറുപടി. ഞാനാ നിന്നെ വിളിച്ചത്. ഇല്ലെങ്കിൽ നീ കട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തോളാം.
നിനക്കത് പറയാൻ ധൈര്യമില്ല. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ എന്ന് പറയാൻ നിനക്ക് ധൈര്യം ഇല്ലെങ്കിൽ അവിടെ കാർഗിൽ ഇവിടെ വന്ന് പെഹൽഗാമിൽ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്നാണ് നിന്റെ വാദമെങ്കിൽ ഇപ്പൊ ഞാൻ ജെയ്ഷെ മുഹമ്മദ് പെഹൽഗാമിൽ നീ പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിച്ചത്. നീ പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിച്ചത്. നീ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് നീ കാർഗിൽ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. കാർഗിലിന്റെ വിഷയം പറയും. പറയാം. അതിന് മുൻപ് നീ പറഞ്ഞ ഒരു കാര്യം, നീ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെന്റ്, ഒരു തീവ്രവാദ സ്റ്റേറ്റ്മെന്റ്. അത് നീ തീരുമാനമാക്കാം. ജെയ്ഷെ മുഹമ്മദ് പോരാളികളാണോ തീവ്രവാദികളാണോ അത് പറ. നീ ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്നാണ് പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്ന് നീ പറഞ്ഞു. ലിയാഖത്തെ അതിനെ കുറിച്ച് പറ. അത് ഞാൻ ഈ വീഡിയോന്റെ ഭാഗത്ത് കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് എന്നാണോ അല്ലെങ്കിൽ വേറെ ഏത് തീവ്രവാദി അതാ വീഡിയോയിലുണ്ട്. ഞാൻ ഈ ഓഡിയോ പബ്ലിഷ് കിടന്ന് പൊളക്കണ്ട. ഈ ഓഡിയോ പബ്ലിഷ് ചെയ്യുമ്പോ അത് കേൾപ്പിക്കും. ഞാൻ പുറത്താണ്, നിനക്കറിയാലോ. നീ ഇത് റെക്കോർഡാ, ഞാൻ അയച്ചു കൊടുത്തോളാം. ആർക്ക് അയച്ചു കൊടുക്കൂ? ആർക്ക് അയച്ചു കൊടുക്കണേ? ബാസിലോ? ബാസിലൊന്നും 7 അയലൊക്കെ കൂടി വരില്ല. ധൈര്യമായിട്ട് അയച്ചു കൊടുത്തോ. ഓനക്കെന്നല്ല, ഓനപ്പോ മാത്രമേ ഉള്ളൂ. ഞമ്മക്ക് സ്വന്തം യൂട്യൂബ് ചാനൽ നീ മിണ്ടൂല. നീ പറഞ്ഞിട്ടില്ല ലിയാഖത്തെ. നീ ആരുടെ പറഞ്ഞിട്ടില്ല? അങ്ങനെയാണോ? മുഹമ്മദ് നല്ല പറഞ്ഞത് തീവ്രവാദികൾ അറ്റാക്ക്. അപ്പൊ നീ പറഞ്ഞെന്തറിയോ? അതിനുശേഷം ശ്രദ്ധിച്ചത് നീ പറഞ്ഞെന്തറിയോ? നീ പറഞ്ഞെന്തറിയോ? അപ്പൊ പിന്നെ ചർച്ച ചെയ്യാം. ഇത് ഇങ്ങോട്ട് വാ, ഗുഹ്യരോമം വാ, ഗുഹ്യരോമം. എനിക്ക് ഭയങ്കര ഗുഹ്യരോമം പറയണ അത് പറിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുത്തപ്പോ ജയ്ഷെ ഞാൻ ജെയ്ഷെ മുഹമ്മദ് പറഞ്ഞത് ജെയ്ഷെ മുഹമ്മദിനെ മുസ്ലിം അതിനെ അംഗീകരിക്കും. നീ എത്ര പടകോപ്പിന്റെ അച്ചാറ് വാങ്ങിയിട്ട് ഇവിടെ അല്ല. നീ കാർഗിൽ യുദ്ധത്തിൽ വല്ലതും ഞാൻ ചോദിച്ചത്, അതായത് ഇന്ന് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ അത് എത്ര എണ്ണം എത്രയിക്കോട്ടെ അവരെ ശിക്ഷിക്കുമ്പോൾ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ അയാളുടെ മാനസിക ആരോഗ്യ ശാരീരിക ഓർമ്മയില്ല. അപ്പൊ ഒരു അലക്കിയില്ല. അപ്പൊ ഓർമ്മ അപ്പൊ തന്നെ പറയണം. 2 ദിവസം കഴിഞ്ഞാൽ പറയണ്ടേ? പിന്നെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു എന്നാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഞാൻ ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കും. മനസ്സിലായി? അത് ഇവിടെ കേൾപ്പിക്കാൻ കഴിയില്ല, ഞാൻ പുറത്താണ്. മനസ്സിലായോ? വെല്ലുവിളിക്കല്ലേ? അത് ഞാൻ ഈ ഓഡിയോയിൽ പറഞ്ഞിട്ടില്ല, പറയൂല. നീ പറയൂ, അതെ ഇതാക്കൂല. ലിയാഖത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളി അവിടെ എല്ലാം തകർത്തു പറഞ്ഞു ഇന്ത്യ. അത് ന്യായമാണോ? ജെയ്ഷെ മുഹമ്മദ് പോരാളികളല്ലാന്ന് നീ ഇപ്പൊ പറഞ്ഞോ? അവര് തീവ്രവാദികളാണെന്ന് ഇപ്പൊ പറഞ്ഞാൽ മതി. ഇന്നും അന്ന് എന്നും അല്ല. ഇസ്ലാമികമായിട്ട് പോരാളികൾ അബദ്ധത്തിൽ പറഞ്ഞായിരിക്കും. മതി, അത്ര മതി. പറഞ്ഞിട്ടില്ല. നീ വെറുതെ കടന്ന് ഞാൻ ഇന്ത്യൻ പോരാളികളെ കുറിച്ച് പറയുള്ളൂ. ഇന്ത്യൻ നമ്മൾ അഭിമാനം, അത് ഞങ്ങൾ അഭിമാനമാണ്. ജെയ്ഷെ മുഹമ്മദ് പോരാളികൾ എന്ന് പറഞ്ഞു. ചിലപ്പോൾ വാക്ക് പയച്ചതായിരിക്കും, അത് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് വിടാം. അത് കേൾപ്പിക്കാം. ആ ഭാഗം ഞാൻ കേൾപ്പിക്കാം. നീ എന്താ പറഞ്ഞെന്ന് ആൾക്കാർ തീരുമാനിച്ചോട്ടെ. എന്നെ സംബന്ധിച്ച് നീ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങനെ ഉദ്ദേശിക്കണ്ട. എനിക്ക് ധൈര്യമുള്ള ആൺകുട്ടി ഇപ്പൊ കേൾപ്പിക്കും. ലിയാഖത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളി അവിടെ എല്ലാം തകർത്തു പറഞ്ഞു ഇന്ത്യ. അത് ന്യായമാണോ? ലിയാഖത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളി അവിടെ എല്ലാം തകർത്തു പറഞ്ഞു ഇന്ത്യ. അത് ന്യായമാണോ? ലിയാഖത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ പോരാളി അവിടെ എല്ലാം തകർത്തു പറഞ്ഞു ഇന്ത്യ. അത് ന്യായമാണോ? ആ വിഷയം വിടാം. കാരണം പറയട്ടെ, ആ വിഷയം നമുക്ക് ഇവിടെ വിടാം. കാരണം എന്താ വെച്ചാൽ നീ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നീ വാദിക്കുന്നു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോഴും അന്നും ഇന്നും എപ്പോഴും അവർ തീവ്രവാദികൾ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അവിടെ അത് തീർന്നു. കാരണം ഇനിയിപ്പോ നിന്റെ വായിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അബദ്ധമായിരിക്കാം, നാക്കുപിഴയായിരിക്കാം. അത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് പറ്റണമല്ലോ. അതുകൊണ്ട് ആ കേസ് ഞാൻ വിടുന്നു.
ഇനി നിന്റെ ചോദ്യം എന്താ? കാർഗിലോ? കാർഗിൽ യുദ്ധത്തിൽ കുറെ ആളുകൾ, അതായത് മുസ്ലിം, അതായത് പോരാളികൾ, ആ ഭാഗത്തുള്ള പോരാളികൾ, ഏത് ഭാഗത്തുള്ള പോരാളികൾ? പാകിസ്ഥാന്റെ പോരാളികൾ ഓലെ സൈനികര് കാർഗിലിലും തീവ്രവാദികളാണ് നുഴഞ്ഞു കയറിയത് കേട്ടോ. ഇവിടെ ഈ പോരാളികൾ എന്ന് പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. പോരാളികൾ, സൈനികർ എന്നൊക്കെ പറയുന്നത് ഔദ്യോഗിക ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ട ഗവൺമെന്റുകളുടെ സൈന്യത്തെയാണ് നമ്മൾ സോൾജർ എന്ന് പറയാം. ഇന്ത്യ പാക് യുദ്ധം എന്നാ പറയല്. ഇന്ത്യ പാക് യുദ്ധം ആണ് കാർഗില്. പക്ഷെ കാർഗിലിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം അവിടുത്തെ പോരാളികൾ മാത്രമല്ല, നുഴഞ്ഞു കയറിയ തീവ്രവാദികളും. അവരുടെ സൈനികർ, പാകിസ്ഥാന്റെ സൈനികർ, അവിടുത്തെ പോരാളികളും അവരുടെ തീവ്രവാദികളും എന്തും ആയിക്കോട്ടെ, ഇന്ത്യയുടെ ശത്രുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾ മൊത്തത്തിൽ അവരെടുക്കുക. അതിപ്പോ എല്ലാം പെടുമല്ലോ? ഇല്ലല്ലോ. ഇല്ല, എല്ലാം പെടൂല. ഇന്ത്യയുടെ ശത്രുക്കൾ പെടൂല. ഇല്ല, അങ്ങനെയല്ല അതിനെ പരിഗണിക്കാന്ന്. പാകിസ്ഥാൻ പടയാളികളോട് പാകിസ്ഥാന്റെ, ഞാൻ പറഞ്ഞ കേട്ടോ, പാകിസ്ഥാന്റെ സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് പോലെയല്ല പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ ഇന്ത്യൻ സൈന്യം തമ്മിലുള്ള സൈനികരുണ്ട്. അത് അവരുടെ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്തി തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതാണ്. നീ എന്റെ പോയിന്റ് എന്താ പറഞ്ഞു? അതായത് അവിടെ മരിക്കും. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ പാകിസ്ഥാനത്തെ കുറെ സാധാരണ യുദ്ധത്തിൽ ഇല്ലാത്ത ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിലും മരണപ്പെട്ടിട്ടുണ്ട്. നിനക്ക് ഒരു കാര്യം അറിയോ? യുദ്ധ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരായുധീകരിക്കപ്പെട്ട ഒരാൾ, ഇപ്പൊ ഇന്ത്യയുടെ ഒരു പാകിസ്ഥാൻ സൈനികൻ കൊടിമ്പിരി കൊള്ളുന്ന യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യൻ അതിർത്തിയിൽ നിരായുധീകരിക്കപ്പെട്ട രീതിയിൽ ഇന്ത്യൻ ലാൻഡിൽ വീണു എന്ന് വിചാരിച്ചോ, അവനെ പിടിച്ചോണ്ട് തല വെട്ടു ഇന്ത്യ? ഇനി ബനു ഖുറൈള എന്താ ചെയ്തത്? 25 ദിവസം ഉപരോധിച്ച് അവർക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കീഴടങ്ങാൻ പറയേ, കീഴടങ്ങിയവനെ കൊല്ലേ, കീഴടങ്ങിയവനെ ഗുഹ്യം നോക്കി കൊല്ലേ. എന്ത് നീതിന്യായ സംവിധാനം? ഏത് ജഡ്ജി വിളിച്ചത്? ഇതൊക്കെ കഴിഞ്ഞ തവണ മരിച്ചു പോയതല്ലേ? അതായത് ഇന്ത്യയെ ആരാ വധശിക്ഷ വിധിച്ചത്? ബംഗ്ലാദേശിനെ ആരാ വധശിക്ഷ വിധിച്ചത്? എന്ത് ട്രയൽ നടന്ന അവിടെ? ഒരു സംഭവം, ഒരു കാര്യം അല്ല, ഇന്ത്യ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത. ഞാൻ ഒരു കാര്യം ചെയ്തു, ഒറ്റ കാര്യം, എന്റെ എല്ലാ അടപ്പും ഞെപ്പ് തെറിപ്പിച്ചേരാം കേട്ടോ. ഒക്ടോബറിലാണ് ഒരു കരാറില്ല. ഇല്ല, ഒരു കരാറുമില്ല. ജമിനിനോട് ഇപ്പൊ ചോദിച്ചോ? ജമിനിനോടല്ല, ആരോട് വേണം ചോദിച്ചോ? കരാറിൽ കൊടുത്താൽ മതി. ഏതാ കരാറിന് പറഞ്ഞാൽ മതി. കരാറ് പറഞ്ഞോ? കരാറ് പറഞ്ഞുതരാം. ഉയബിന് ഇതുണ്ടല്ലോ, കാബിബിനെ യാസിന്റെ അടുത്ത് ഉയബ് പോയിട്ടുണ്ട് കാര്യം പറയാന്, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാബ് എന്താ മറുപടി പറയുന്നത്? ഇബ്നു അസാഖിനെ തഫ്സീർ എടുത്ത് നോക്ക്. എന്താണ് ഈ തീരെടുക്ക്? ഉയബ് പറയണതല്ലോ, മുഹമ്മദ് ഉണ്ടാക്കിയ കരാർ നിങ്ങളത്തല്ലേ വേണ്ടത്. ഒന്നാം അക്കബയും രണ്ടാം അക്കബയും മുതല് മുഹമ്മദ് നബി ഭീഷണിപ്പെടുത്തി എഴുതിയ മൊത്തം കത്തും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നിങ്ങൾക്ക് ബനു ഖുറൈള കരാറിന് പുറത്തു വിട്ടാല്? കരാർ മൊത്തത്തിൽ അറേബ്യൻ കരാറുണ്ട്. ഇല്ല, ഈ ചരിത്രം വായിച്ചിട്ടില്ല. അത് പറഞ്ഞാ ഏറ്റവും ആധുനികമായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകള്, അതായത് അയാളെ പേര് എനിക്ക് ഓർമ്മയില്ല, അതായത് ഈ ക്രിസ്ത്യൻ പേരുള്ള ആളുകൾ പോലും പറഞ്ഞത് ഇത് വേണ്ടതായിരുന്നു എന്നാണ് അവരും കൂടി പറഞ്ഞത്. ഓറിയന്റലിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ അല്ല, ഓറിയന്റലിസ്റ്റിന്റെ പേര് എനിക്ക് അയച്ചരാ, വാട്സപ്പിൽ അയച്ചരാ. തെറ്റാണെന്ന് പറയാൻ, ഒരു കാര്യം തെറ്റാണെന്ന് പറയാം. എന്തിന്റെ മാനദണ്ഡം? ഒരു മാനദണ്ഡം. ഒരു മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറയാൻ വലിയ മാനദണ്ഡം വേണ്ട, സാമാന്യമായിട്ടുള്ള ബോധം മതി. മനുഷ്യരെ അകാരണമായിട്ട് എങ്ങനെ ഓടിപ്പോയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലാത്ത കാര്യമില്ല. ഞാനോടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരനായാട്ടുണ്ടല്ലോ, അതിനെ ന്യായീകരിക്കാൻ നിനക്ക് കഴിയോ? ഞാൻ ന്യായീകരിക്കില്ല. എന്താ ന്യായീകരിച്ച? ഞാൻ മനുഷ്യനാണ്. ഇസ്രായേൽ ആക്രമിച്ചത് അല്ലല്ല, ഞാൻ നിന്നോട് ചോദിക്കണം. അനക്ക് ബനു ഖുറൈള ന്യായീകരിക്കാമെങ്കിൽ ബനു ഖുറൈള ന്യായീകരിക്കുന്നവൻ ബനു ഖുറൈളയിൽ മുഹമ്മദിനെ ന്യായീകരിക്കുന്നവന് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അക്രമത്തിൽ നെതന്യാഹുവിനെ
ന്യായീകരിക്കാൻ ബാധ്യതയുണ്ട്. ബനു വിഷയം കേട്ടില്ലേ? ബാധ്യതയുണ്ട്. എന്താ കാരണം? എന്താ ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കാൻ എന്താ കാരണം? ഇപ്പൊ പൊട്ടന്മാരായ സംഖ്യകളെ പൊട്ടന്മാരാക്കാൻ അതൊക്കെ നീ പറഞ്ഞ ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ അക്രമത്തെ നബിയുടെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ പോലും എന്നെ ഇതാക്കി വന്നിട്ടില്ല. ഏത് ശത്രു? മുഹമ്മദ് നബിന്റെ ഏത് ശത്രു? മുഹമ്മദ് നബിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ വെറുതെ ഒച്ചടങ്കം വിളിച്ചാണ്, വെറുതെ സമയം കളയുന്നത്. മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. അതെ, അങ്ങനെ കൂട്ടിക്കോ, അങ്ങനെ കൂട്ടിക്കോ. അപ്പൊ ഇതുകൊണ്ടാണ് ഈ വോയിസ് പുറത്തു വിടുന്നതിനെ പേടിക്കുന്നത്. മനസ്സിലാണ് എനിക്ക്. എനിക്കൊരു പേടിയില്ല സംഭവിക്കാനും വെറുതെ സമയം കളയാൻ പേടി വരാനുള്ള ഇയാക്കത്തെ ഇതിട്ട് വന്നതിനേക്കാളും വിലങ്ങി എന്താ വരാൻ ഞങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കും. ഇത് ഖുർആനും ഹദീസും വെച്ച് ജീവിക്കും. അതന്നെയാണ് ജീവിക്കുവേ. സ്ക്രാപ്പ് ബിസിനസ് എന്താ മോശം? സ്ക്രാപ്പ് ബിസിനസ് തുടങ്ങിക്കോ. ഇസ്ലാം പൊളിച്ചു വെക്കണ പരിപാടി അതൊന്നല്ലോ നമുക്ക് നമുക്ക് അന്തസ്സായ ജോലിയുണ്ട്. അന്തസ്സായ ജോലിയുണ്ട്. അന്തസ്സായ ജോലി അന്തസ്സില്ലാത്ത രണ്ട് ജോലിയുണ്ടോ? ഉണ്ട്. എന്താ മുഹമ്മദ് നബി വേശ്യപ്പണിക്കോണ് അന്തസ്സായ ജോലിയാ? മുഹമ്മദ് നബി ചെയ്തതിനേക്കാൾ അന്തസ്സുള്ള ജോലി. വേശ്യപ്പണിക്കോണ് അന്തസ്സാ. നാട്ടുകാരെ കൊന്ന് കുട്ടികളെ കച്ചവടം നല്ലതാണ്. അന്തസ്സുള്ള ജോലി. മുഹമ്മദ് നബി ആരാണെന്നും മുഹമ്മദ് നബി മനുഷ്യന്മാരെ പോയി ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നേക്കാൾ അന്തസ്സാണ് ഇസ്ലാം തകരാൻ പോണില്ല. അത് മനസ്സിലാക്കി. ഇസ്ലാം തകരാൻ പോണില്ല. ഇസ്ലാമിന് തകരാൻ എന്താ ഉള്ളത്? ആ ഷഹാദത്ത് കരിമുണ്ട്. അന്ത്യവിജയം മുസ്ലിങ്ങൾക്കാണ്. ഈ എന്തൊക്കെ എന്ത് വിജയം? നിന്നേക്കാളും വലിയ ആൾക്കാരെ ഇവിടെ അബൂജഹലും അബൂലഹബും മറ്റേ ഉത്തുബത്തും ഷെയ്ബത്തും പിന്നെ അതൊന്നും നോക്കണ്ട. അതൊക്കെ ചരിത്രങ്ങൾ ഒക്കെ ബാസിലിന്റെ അല്ല. അതൊക്കെ നീ മറ്റൊരു അടിച്ചു പിരിഞ്ഞില്ലേ? അവസാനങ്ങൾ അടിച്ചു പിരിയും. ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും കൂടെ തോക്കിട്ട് വെടിവെക്കുന്നല്ലോ. ഞങ്ങൾ മുസ്ലിങ്ങൾ പിന്നെ എന്താ ഇപ്പൊ പാകിസ്ഥാനിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എത്ര ആൾ മരിച്ചു? എന്താ പാകിസ്ഥാൻ ഇസ്ലാം അല്ലേ? പാകിസ്ഥാൻ ഇസ്ലാം അല്ല, ISIS ഇസ്ലാം അല്ല, ഇവിടുത്തെ പിന്നെ എന്താ പറയാ സൂഫികൾ ഇസ്ലാം അല്ല, ആരും ഇസ്ലാം അല്ല. ശരിക്കും എത്ര പേര് ആരൊക്കെ ഇസ്ലാം? അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിക്കും മുസ്ലിമാണെന്നാ. ഞാൻ നല്ല എണ്ണം പറഞ്ഞ മുസ്ലിമായിരുന്നു. നീ എണ്ണം പറഞ്ഞ മുസ്ലിമോ എണ്ണം പറയാത്ത മുസ്ലിമല്ല. പേര് പക്ഷെ എന്താ വെച്ചാൽ അന്ന് ഞാൻ എന്റെ പോലെ വെറും ആവേശ് കുമാർ ആയിരുന്നു. ഇസ്ലാം ഞങ്ങൾക്ക് ആവേശം എന്ന് പറഞ്ഞാലേ അന്റെ മാതിരി പൈസ ഉണ്ടാക്കാനുള്ളതല്ല. ഈ പൈസ ഉണ്ടാക്കണ എന്താ പൈസ നീ മാത്രമല്ലാന്നേ എന്റെ ഒപ്പം പഠിച്ച സുല്ലമിൽ പഠിച്ച പണ്ട് ഒരു BJP കൂടെ കൂടിയാണ് നിന്ന് കാര്യം നടക്കണേ. എന്നെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? അതിനെ കുറിച്ച് നല്ല ധാരണ അതുപോലെ തന്നെ ഹാർപ്പിക്കിന് ഉറ്റ തോഴിനായിരുന്നു. തന്നെയാണോ? പല ആൾക്കാരും സംശയം ചോദിക്കുന്നത് കുറെ വീക്ഷിക്കുന്നുണ്ടാവും. നീ കുറും നിന്റെ പറഞ്ഞേ ഭാര്യമാരെ അടിക്കാൻ ഇസ്ലാം അനുവാദം നൽകി അതുകൊണ്ട് അടിച്ച് പുറത്താക്കണം എന്നാ പറയുന്നത്. ഇന്ന് വോയിസ് കേട്ടു നിന്റെ. ഭാര്യമാരെ അടിച്ചൂടെ? ഭാര്യമാരെ അടിച്ചോ? അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റൂലേ? പഠിച്ചോ എന്ന് പറഞ്ഞേ? അല്ല അടിക്കാൻ പറ്റൂലേ? ഇസ്ലാമിലില്ലേ? ഖുറാനില് തെളിവുണ്ട്. ഞങ്ങൾക്ക് കിട്ടി ഖുറാനിൽ അടിക്കാം. അതാണോ തെളിവ്? പിന്നെ പോലീസുമാർക്ക് ഇടിക്കാൻ പറ്റും. എല്ലാ പോലീസുകാരും ഇടിക്കോ? പോലീസുകാർക്ക് ഇടിക്കാൻ നിയമമുണ്ടോ? എന്നിട്ട് അല്ല പോലീസുകാർക്ക് ഇടിക്കാൻ നിയമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. എന്നാ പോലീസുകാർ ഭാര്യമാരെ അടിക്കാൻ നിയമമല്ല. ഖുറാനിലുണ്ട്. ഞാൻ പോലീസുമാർക്ക് ഇടിക്കാനുള്ള നിയമം പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്ക്. പോലീസ് സ്റ്റേഷനിലല്ല, ഇന്ത്യൻ പോലീസ് ലോയിൽ കാണിക്കും. കിതാബിൽ എന്താ അടിക്കാന്ന് പറഞ്ഞത്? അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അനുസരണക്കേട് കാണിക്കുന്ന അനുസരണക്കേട് അടിക്കണം എന്നാല് കുട്ടി എങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞത്? എങ്ങനെ അടിക്കാന്ന് ഖുറാനിലില്ല. അടിച്ചോളാൻ കുട്ടികളെ അടിക്കണ്ടോ? ഈ കുട്ടികളെ അടിക്കണ്ടോ? ഈ കുട്ടികളെ അടിക്കണ്ടോ? നിങ്ങളെ ഭാര്യമാര് നിങ്ങളെ കൃഷിയിൽ അറിയാക്കെ എന്റെ പറഞ്ഞേ കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മന്നെ ടച്ച് ചെയ്യുന്നു. എന്തിനാ വെച്ചാല് കളിക്കാൻ പോണ്ട, സ്കൂളിൽ പഠിക്കാണ്ട് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഭാര്യ തല്ലണല്ലേ? ഞാൻ പറഞ്ഞിട്ട് കേക്ക്. എന്റെ അമ്മന്റെ തല്ല ഇസ്ലാമിൽ നിയമം അറിഞ്ഞല്ലോ. കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിക്കുന്നത് ഭാര്യ അടിച്ചില്ല. ചോദിച്ചോക്കെ തല്ലിക്കണോ? ഇല്ല, എന്റെ മാതൃക നബിയാണ്. പിന്നെ എന്തുകൊണ്ടറിയോ? ഇപ്പൊ നബി തല നമുക്ക് തൊലാക്കി നബി മാതൃകയെ
നബിയാണ് നമുക്ക് മാതൃക. നബി അന്തസ്സ ഏതിൽ പറഞ്ഞ മുഹമ്മദ് നബി എനിക്ക് മാതൃക. മുഹമ്മദ് നബീനെ നബി മാതൃകയാക്കാതിരിക്കാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വേണ്ടിയിട്ട് നബി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് അതിനെ പറ്റി എന്താ വിചാരിച്ചറിയോ ഞാൻ പറഞ്ഞുതരാം. സമാധാനമായിട്ട് കേട്ടോ. സമാധാനം വെപ്രാളാണല്ലോ. ഞാൻ അഭിമാനത്തോട് കൂടി പറയും, മുഹമ്മദ് നബിനെ വായിക്കേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ബാസിലിന്റെ ബാധ കയറിയതാണ്, അല്ലെങ്കിൽ ബാസിലായിട്ട് എന്തോ നല്ല ബന്ധമാണ്. യുക്തിവാദി ഒരിക്കലും ബാധകരില്ല. യുക്തിവാദിയാണ് നീ, ഒരിക്കലും അങ്ങനെ പറയരുത്. തമാശക്ക് പോലും പറയാൻ പാടില്ല ഞാൻ തമാശക്ക് പറയും. ഞാൻ തമാശക്ക് എന്താണ് ലിയാക്കത്തെ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല. അന്ധവിശ്വാസം പ്രചരിക്കുന്ന ആൾക്കാരല്ലേ, ഒരിക്കലും പോലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഇതും ആൾക്കാർ കേൾക്കാം, ഇത് ആൾക്കാർ കേട്ടോട്ടെ. എനിക്ക് പുച്ഛമല്ല, കാരണം അന്നെ പൊളിച്ചാൽ എനിക്ക് കലർത്തിയിട്ട് അങ്ങനെയാണ് യുക്തിവാദി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കണത്രേ ഉള്ളൂ, യുക്തിവാദികളൊക്കെ തെറ്റാണെന്ന് പറയാൻ എന്താ ന്യായീകരണം? നിങ്ങൾ ആവശ്യത്തിലേക്ക് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, എന്തേ? കഴിഞ്ഞ തവണ ആ മുടിക്കേസ് പറഞ്ഞു മുഹമ്മദ് നബി നടന്ന് ചെയ്ത കാര്യങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്ക് നൽകി കൊടുത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ മുഹമ്മദ് നബി നടത്തിയ സാമൂഹ്യ പരിവർത്തനം, അത് അംഗീകരിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും പറഞ്ഞത് എന്ത് നിങ്ങൾ പറയാത്തത്? അംഗീകരിക്കേണ്ടത് എടുത്തിട്ട് ആ ബാഗത്തെ തോട്ടുകിട്, അതായത് രണ്ട് ബാലന്മായി വായിക്ക്. അത് നീ ജബ്ബാറിന്റെ പുസ്തകം വായിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ജബ്ബാറിന്റെ പുസ്തകം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ശിഷ്യനാണ് പുസ്തകം എഴുതിക്കണോ? എനിക്കറിയില്ല, അയാൾ കുറെ ഇസ്ലാമിക പുസ്തകം വായിച്ചു എന്നൊക്കെ പറഞ്ഞെന്താ ഞാൻ വായിച്ച പുസ്തകം ഏതാന്ന് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ കാണിച്ചു. സംഖ്യകളെ പിന്നെ അതാക്കുന്നുണ്ട്, പക്ഷെ ആരിഫിനെ പോലെ സംഗീതം തളിക്കാറാത്തോണ്ട് കുറച്ചൊരു എന്തൊക്കെ കടന്ന് കുത്തിമറിഞ്ഞൊരു കാലം. കുന്തളിപ്പ് ഒന്നും ഇവിടെ വർക്ക് ആവില്ല. കുന്തളിപ്പ് ആരലിയാക്കത്ത് കുന്തളിപ്പ് പൈസ ചാനല് ഇപ്പൊ ചെയ്യേണ്ട എന്താ അറിയാം, ഈ ബാസിലിനോട് ചാനലൊക്കെ കിട്ടും, ചാനലൊക്കെ കിട്ടും. കിട്ടട്ടെ, എനിക്ക് ആ ചാനൽ തന്നെ വേണമെന്നില്ല, വേറെ ചാനൽ കിട്ടട്ടെ എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയട്ടോ, എന്റെ ഫോണിലല്ലേ. സത്യം പറയട്ടെ, ഒരു വർത്താനം ഞാനും പറയട്ടെ. എനിക്കും എന്നോട് സംസാരിക്കാൻ പൂതി. ഞാൻ പറയട്ടെ, എന്റെ ചാനലുള്ള സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്താല് ഇപ്പൊ നമ്മളെ വോയിസ് ഒക്കെ ഒന്ന് കേട്ടോക്ക്, അതൊരു 10,000-15,000 ആളൊക്കെ കണ്ടിരുന്നു. എന്റെ ചാനൽ ബാസിൽ പൊടിച്ചപ്പോ ഇപ്പൊ നമുക്ക് ഡബിളാണ്. ഇന്നത്തെ ലൈവ് 1 ലക്ഷമാണ് ലൈവ് കഴിഞ്ഞപ്പോ കണ്ടത്. എന്താ കഥ? നിങ്ങൾ പൊളിക്കാന്നാണ്, നിങ്ങൾ എന്നെ പൊളിക്കാൻ വിചാരിച്ചു. എനിക്ക് കുറച്ച് പൈസ കിട്ടിക്കോട്ടെ വിളിക്കണേ. വിളിക്കണ്ടോ? ഇടയ്ക്ക് വിളിക്കണ്ടേ? എന്റെ പേരെവിടെ? എന്റെ വീടെവിടെ? എന്റെ വീടെവിടെ? എന്തിനാണ്? വെറുതെ കാണാലോ, വീട്ടിലൊക്കെ ഒന്ന് കാണാലോ. കണക്ക് നന്നായിട്ട് കാണാൻ പൂതിയാകുമ്പോ പകൽ സമയത്ത് എപ്പോഴും വീഡിയോ കോൾ ചെയ്തു. പിന്നെ വീഡിയോ കോളൊന്നും കണ്ട നേരിട്ട് സംസാരിക്കാനാണ് പരിചയപ്പെടാനാണ്. മുർത്തദ് സെന്റർ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അവിടെ വിശദമായിട്ട് സംസാരിക്കാം. അതല്ലേ കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചില്ലേ? ആ ഉണ്ട്. ഭാര്യമാരെ അടിക്കണ്ടോ? ഭാര്യമാരോ? ഇപ്പോഴും ആ കിനാവിലാണോ? ഞാൻ സോറി ഞാൻ ആരിഫ് ഹുസൈന്റെ വിചാരിച്ചില്ല. അല്ല ഭാര്യമാര് 2-3 ഭാര്യമാര് കിട്ടിയ തെറ്റാ? തെറ്റല്ലേ? തെറ്റാ? എന്തിനാ തെറ്റെങ്ങനെയാവുക? തെറ്റാണത്. നേരിട്ട് പറഞ്ഞുതരാം. അതല്ലേ നേരിട്ട് ഇജ്ജ് പറയാം, തെറ്റാ? എങ്ങനെ തെറ്റാവുക? തെറ്റാണ്. എങ്ങനെ? പിന്നെ പറഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ, 2 ഭാര്യ ഒരാള് വേറെ ഭാര്യ ഒരു ഭാര്യ തന്നെ എന്തിനാന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് 2 ഭാര്യ. ഭാര്യ കേൾക്കണം കേട്ടോ, എന്റെ ഭാര്യ കേട്ടോണ്ടിരിക്കുന്നത് തെറ്റാണല്ലോ. നമുക്ക് ഭാര്യമാരെ അഭിമാനം. ഒരാൾക്ക് ഒരു ഭാര്യ, എനിക്ക് ഞാൻ പറയാം, എന്റെ ഭാര്യക്ക് സുഖക്കേടുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് പല അസുഖങ്ങളുണ്ട്. അപ്പൊ എന്റെ ഭാര്യ പറയുന്നത് വേറെ ഒന്നും കെട്ടിക്കോളി, എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ, കുട്ടികളുണ്ടാവാത്ത അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചോ. കേട്ടോ ഞാൻ ചോദിക്കട്ടെ, ഈ കേട്ടോ, മനുഷ്യർ തമ്മിലുള്ള ബന്ധം അത് ഭാര്യ ഭർത്തൃ ബന്ധമായാലും മാതാപിതാക്കളുമായിട്ട് മക്കൾക്കുള്ള ബന്ധമായാലും പറഞ്ഞുതരാം. കേട്ടോ, ജ്യേഷ്ഠാനുജന്മാര് സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണെങ്കിലും ഇതൊക്കെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്.
അതൊന്നും കിതാബിൽ വരച്ചുണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അയ്യോ ഞാന് മനസ്സിലായോ? മറ്റേ നമ്മള് വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ മൈത്രേനെ നിങ്ങൾ കേട്ടോ, പറയുന്ന വലിയൊരു മൈത്രേയം. സാധനം ഉണ്ടല്ലോ, അപ്പൊ ഇജ് ഞാൻ ചോദിക്കട്ടെ, എവിടേക്കായി ഓടണേ? ലിയാക്കത്തെ അനക്കും ഞാൻ എനിക്കും ചോദിക്കട്ടെ, അത് പൊതുവായിട്ട് സംസാരിക്കാവുന്ന ലിയാക്കത്തിന്റെ മൊമെന്റുകൾ ചിന്തകളെ അവിടെ ഇല്ലേ? ലിയാക്കത്തെ എന്തിനാ ഇജ്ജ് സ്വന്തം പുറത്തോടും? ലിയാക്കത്തെ സ്വന്തം അമ്മയോട് വരെ ലൈംഗിക ബന്ധം പറയുന്ന യുക്തിവാദികൾ. ഞാൻ ലിയാക്കത്തെ അങ്ങനെ കാരണം ഞാൻ പറയുന്നില്ല. ഇജ്ജ് പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. ഇജ്ജ് അങ്ങനെ പറഞ്ഞോ, ഞാൻ കുഴപ്പമില്ല. ഒരാളെ ആക്ഷേപിക്കില്ല, ഇല്ലാതെ ഞാൻ ആക്ഷേപിക്കില്ല. ഇജ്ജ് അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലാന്ന് കേട്ടോ. ലിയാക്കത്തെ അങ്ങനെ ബേജാറുള്ള ആളല്ല ഞാനേ. ലിയാക്കത്തെ ബേജക്ക് എങ്ങനത്തെ അനക്ക് ആളാന്നല്ലേ എന്താ ഞാൻ ഇജ്ജ് ചോദിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞെട്ടിപ്പോകുന്ന വല്ലാതെ ആൾക്കാരെ ഉണ്ടാക്കണം. ഞാൻ ഇത് ശരി എങ്ങനെ പറയാ, ഒരാള് വിളിക്ക്. അനക്ക് എന്നെ പോലെ കാണണം എന്നല്ലേ പറഞ്ഞേ? ഈ ഒരു ദിവസം കൊച്ചിയിലോട്ട് വാ, കൊച്ചിയിലെ വീട്, സെന്ററിൽ ഇരുന്ന് സംസാരിക്കാം. കൊച്ചിയിലുണ്ടാവുക. അല്ല നിന്റെ വീടോടെ? മുർത്തദ് സെന്ററിൽ ഞാൻ കൊച്ചിയിലുണ്ടാവുക. അജി വാ, അല്ല നമുക്ക് വീടോടെ? മുർത്തദ് സെന്ററിൽ സംസാരിക്കാം. അല്ല മുസ്ലിങ്ങളെ വീട്ടിലേക്ക് കടത്തൽ അതുണ്ടോ? ഒരു മറ്റേ ഇതുണ്ടോ? മുസ്ലിങ്ങളെ വീട്ടിലേക്കൊക്കെ വീട്ടിലേക്ക് ഒരാളെ നമ്മളെ ഏതെങ്കിലും ഒരു ഫോണിൽ കേട്ടുമ്പോൾ അപ്പൊ നേരെ ആ വീട്ടിൽ പോയി പറയുന്ന പരിപാടി നമ്മത്തില്ല. നമ്മളെ വീട്ടിലേക്ക് വരാട്ടോ. ഇല്ല, ഞാൻ അങ്ങനെ പോവാറില്ല. അല്ല ഞങ്ങൾ വരാ, ക്ഷണിക്ക നമ്മൾ കുഴപ്പമില്ലാന്ന്. നമ്മളെ വീട്ടിലേക്ക് വരാം. നമുക്ക് ആശയപരമായി സംസാരിക്കുമ്പോൾ വീട്ടിൽ പോകണല്ലോ. നമുക്ക് അതിനായിട്ടൊരു സ്വീകരിക്കാൻ പറഞ്ഞതാ. ഈ മുർത്തദ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് വാ. ഞാൻ മുജാഹിദ് സെന്ററിക്കോ അല്ലെങ്കിൽ സുന്നി സെന്ററിക്കോ വിളിക്കലില്ല, ഞാൻ വിളിക്കൂല. അതിനുള്ള സൗഹൃദത്തിനുള്ള ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്താൽ അപ്പൊ സുഹൃത്തായിട്ട് വീട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റി ഒന്നുമില്ല. ഏത് അതമനോ അങ്ങനെ കള്ളുടിക്കോ, നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ കള്ളുടിക്കോ, മദ്യപിക്കോ? ഇല്ല, മദ്യപിക്കാറില്ല. പുകവലിക്കോ? ഇല്ല. അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. പെണ്ണുടിക്കോ? ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഇഷ്ടം. ഇനിയിപ്പോ ആദർശം എന്തോ ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. അങ്ങനെ എനിക്ക് ഈ മദ്യപിക്കുന്നതും അങ്ങനത്തെ കൂട്ടുകെട്ടിൽ ഇഷ്ടമല്ല. എനിക്ക് നോണ പറയാത്ത ആൾക്കാരോട് എന്റെ നോണ അറിയാത്ത നമുക്ക് അങ്ങനെയൊന്നുമില്ല. നോണ അറിയണമെന്നും കുഴപ്പമൊന്നുമില്ല, നോണ അറിയണമെന്നും കുഴപ്പമൊന്നുമില്ല. അവരെ കൂട്ടുകൂടില്ല. മനുഷ്യന്മാരല്ലേ ഇപ്പൊ നോണയൊക്കെ ചിലപ്പോ പറഞ്ഞു. ഇയാക്കത്തെ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് ഭാര്യയാണ് അടുത്ത് അല്ല ഭാര്യ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്താം. ഭാര്യമാരെ നമ്മള് അങ്ങനെ ഓരോ മാനിക്കണം. പെണ്ണുങ്ങൾക്ക് ഓരോ അവകാശങ്ങൾ വെച്ചു കൊടുക്കണം. ഭയങ്കര അവകാശമാണ്. ഞാൻ പഠിച്ചതാണ്. ലിയാക്കത്ത് പഠിച്ച വേറെ ലിയാക്കത്തെ ഭാര്യമാരെ മുർത്തദ് സെന്ററിലേക്ക് സ്വാഗതം. ജീവാ, എനക്കൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഒരു ഭാവിയില്ല ലിയാക്കത്തെ. അടിവരട്ടോ, മരിക്കണത് വരെ ഈ ആദർശത്തുനിന്നോ ഈ ഇതിന്ന് മാറില്ല. അലാ കുല്ലി ഹാൽ എന്റെ പാതക പ്രവാചകനായിരിക്കും. നിങ്ങൾ എങ്ങനെ പ്രവാചകനെ മോശമാക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് നിങ്ങളെ ഭാഗ്യങ്ങളും പഠിച്ചോനും അത്ര. ഇതിനേക്കാൾ ഉറക്കം ഞാൻ ഇത് പറഞ്ഞു. അത് നീ അതെന്താ പറയുക, ഈ ഹിദായത്തുന്ന സംഗതി ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പോയി. അത് കൊടുക്കണല്ല, നമുക്ക് ഭാഗ്യം കിട്ടും. കൊടുക്കണ പഠിച്ചോനാണ്, ഭാഗ്യം കിട്ടും. അതെങ്ങനെ കിട്ടിയറിയോ? അയാൾ മനസ്സ് നന്നാവണം, മനസ്സെങ്ങനെ തേടണം. ഇതെന്താ പറയുക, പൈസ ഈ ദുനിയാവ് ഇങ്ങനെ മോഹം കണ്ടിട്ട് ദുനിയാവിലെ സുഖങ്ങൾ മാത്രം തേടുമ്പോ അത് പോവും. ചിലപ്പോ അത് പോവേ. അത് ദുനിയാവിൽ പൈസയും പണമൊക്കെ വരുന്ന പണിക്ക് എടുക്കാൻ മടി, ആൾക്കാർ പലതും അതാവുക, കുടുംബത്തിന് പ്രശ്നങ്ങൾ വരിക. ആഹ്റത്തെ സുഖം എന്റെ വിശ്വാസമാണ്. അത് നീ നോക്കണ്ട, ഞാൻ പോയിട്ടില്ല. എന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം നടക്കട്ടെ. എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വിശ്വാസം ഞാൻ പോയിക്കോളാം. അനക്ക് പഠിച്ച വിശ്വാസമല്ലേ, അന്നെ ബോധിപ്പിക്കണോ? ഇന്ത്യക്കാട് വലിയ വിശ്വാസം ചെയ്യുന്നില്ലേ? എന്തായാലും നടക്കട്ടെ, ഞാൻ തിരക്കിലേക്ക് കയറി. ജാഗ്രത പോവാ. നീ ഫ്രീ ആകുമ്പോൾ വിളിക്കട്ടോ. ഇങ്ങോട്ട് വിളിക്കാം, ഞാൻ വിളിക്കണോ? അന്റെ മറ്റേ നമ്പർ പ്രൈവറ്റ് നമ്പർ ഉണ്ടോ? പ്രൈവറ്റ് നമ്പർ ഉണ്ടോ? നീ വിളിച്ചോ. ജാഗ്രത പ്രൈവറ്റ് നമ്പർ ഉണ്ടോ? നമുക്ക് വിളിച്ചോ. നീ ഇതിൽ വിളിച്ചോ. ഇതിൽ വിളിക്കുമ്പോ നിങ്ങൾ എപ്പോഴും ഞാൻ പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ വേറെ നമ്പർ ഉണ്ട് തന്നില്ലേ? ഉസ്താദ്മാർ വിളിക്കുന്നുണ്ട്, ഉസ്താദ്മാരൊക്കെ വിളിക്കുന്നുണ്ടാണ്. ആ നമ്പർ തരാനാവട്ടെ. പൈസ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ വിളിക്കാം. നമുക്ക് വർത്താനം നിങ്ങൾ വിളിച്ചിടാം. അല്ലേ പൈസ ഇട്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ദിവസം വിളിച്ചുതരാം. ജീവിച്ചോട്ടെ. കുറെ ആൾക്കാർ ജീവിക്കണല്ലോ. കുറച്ചപ്പോ എന്റെ ഇങ്ങനെയാണ് എനിക്കുള്ള റിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇതായത്തിൽ കേട്ടെ. എത്രയുള്ളൂ പ്രാർത്ഥന, കുറച്ച് ഇതായത്തിൽ കേട്ടെ. പഠിച്ചോനാണ് ഇതായത്തിൽ കേട്ടെ. ഇജും വിചാരിക്കണേ ല്ലേ? അല്ലെ അത് മറ്റേ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മളെ പാർലമെന്റ് മന്ദിരത്തിൽ ഒരു വാചകമുണ്ട്, അത് പോയി വായിച്ചാൽ മതി. അതല്ല, അതിന് മുമ്പ് ഇതാണ്ട് ഒരാൾ ചിന്തിക്കാതെ വല്ലല്ലോ. ഒരാൾ ചിന്തിച്ചാലേ പഠിച്ചോ ചിന്തിക്കുള്ളൂ എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലേ മൊത്തം ഖുർആനൊക്കെ തിരിച്ചെഴുതല്ലോ. എന്താ അർത്ഥം? ഈ പറയും നമ്മള് ചിന്തിച്ചാലേ പഠിച്ചോ ചിന്തിക്കുള്ളൂ. അങ്ങനല്ലല്ലോ. ഞാൻ പറയട്ടെ, പടച്ചോന് ഇപ്പൊ ഞാന് എന്താ പറയുക, നമ്മള് വിഷയങ്ങൾ മാറിപ്പോകും. ഇത് നിൽക്കൂല. പിന്നെ അതാണ് വിഷയം. ഞാൻ പറഞ്ഞ ഇതിപ്പോ ഖുർആൻ പറഞ്ഞെന്താ, ഒരാൾ മാറാൻ ചിന്തിക്കാതെ പടച്ചോനെ മാറ്റൂല എന്നാണ് പടച്ചോൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പടച്ചോൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇതിലേക്ക് കൂട്ടി വായിക്ക്, ഇതിലോട്ട് കൂട്ടി വായിക്ക്, ഇതിലേക്ക് കൂട്ടി വായിക്ക്. നീ വായിച്ചോ, മനസ്സിലാൻ ബുദ്ധി ഉണ്ടല്ലോ എനിക്ക്. എന്നെക്കാളും വലിയ വിഷയം
എന്നേക്കാൾ വലിയ എന്തർത്ഥം? നീ പറയാ, നീ പറഞ്ഞോ, പറയും. എനിക്കറിയില്ല. എനിക്കറിയില്ല, പറയാ, നീ പറയാ. ഞാൻ നിന്നേക്കാൾ വലിയ വിശ്വാസം. നമ്മൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം അള്ള തീരുമാനിക്കുക. അതന്നെ, അങ്ങനെയാണ് അതിനർത്ഥം, അങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പൊ ലാ യുകല്ലിമു നഫ്സൻ അതോ അതറിയില്ല. അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ സമയത്ത് ഓരോ പോക്ക് ഓരോന്ന് അതല്ല, ഇവിടെ ഓരോ സന്ദർഭവും ഓരോ പോകത്ത് ഓരോന്ന് പറയും. കുട്ടി. ഇപ്പൊ ഞാൻ പറയാണ് ഓനിക്ക് ഇന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷെ ഓരോ സാഹചര്യത്തിൽ പറയുമ്പോ എനിക്ക് ദേഷ്യാണ്, അത് ഞാൻ തെറ്റുന്ന സമയത്ത് പറയും. ഇതുപോലെ സന്ദർഭങ്ങളുണ്ട്, ഒരു കാര്യം പറയാൻ സന്ദർഭങ്ങൾ ഉണ്ടാവും. അതെന്താണ് ആശയം, അതിനനുസരിച്ച് പറയും. ഒരു കാര്യം ഒരു സംഭവത്തെ കുറിച്ചല്ല പറയണേ. ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കില്ല പറയണം. അതായത് മൊത്തത്തിലുള്ള കാര്യം, ഒരു സംഭവം നാളെ അതൊരു സാഹചര്യമല്ല, ഇപ്പൊ നാളെ എനിക്ക് നാളെ ഒരു സംഗതി അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ ആ മറ്റു തരത്തിൽ ഞാൻ പറയാ, ഇത് കേക്ക്. ഇതായത് നാളെ എനിക്ക് എന്താണ് സംഭവിക്കാന്നുള്ളത് എനിക്കറിയില്ല, നിനക്കറിയോ നാളെ നീ മരിക്കില്ല? അതിനാണ് ഇൻഷാ എന്ന് പറയുന്നത്. പിന്നെന്താ നാളെ സംഭവം, നാളെ ഒരാള് ഞാൻ അപ്പൊ നാളെ എനിക്ക് ഉത്തരം നൽകാന്ന് പറയാം, എനിക്ക് ചിലപ്പോ അതിന് ആയുസില്ലെങ്കിലോ? ആയിക്കോട്ടെ, അതിന് എനിക്ക് നാളെ ആയുസില്ലെങ്കിലോ? ഉണ്ടെങ്കിലോ സാധ്യതല്ലേ? ഈ ഇൻഷാ അള്ളാഹിനെ കുറിച്ചുള്ള ഖുർആനായത്ത് കേട്ടിട്ടുണ്ട്. നാളെ എനിക്ക് വല്ല അപകടം സംഭവിക്കോ ഇല്ലേന്ന് എനിക്ക് അതിന് മറുപടി എനിക്ക് നാവുകൊണ്ട് കളിക്കാൻ സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തില്ല നാളെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം. ഏത് കാര്യത്തിലും ഈ വിശ്വാസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും നാളത്തെ എന്റെ എല്ലാ സംഭവം തന്നെ, അതായത് അള്ള ഉദ്ദേശിക്കാത്ത കാര്യം നാളെ നടക്കൂല. അതൊന്നല്ല എന്റെ അർത്ഥം. വമാ തശാഉന ഇല്ലാ യശാ അല്ലാഹ് എന്നാണ്. നമ്മൾ നാളെ പറയാന്ന് പറഞ്ഞാൽ നാളെ പറയാൻ കഴിയോ എന്നുള്ളതല്ല, നാളെ പറയാമെന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ അള്ള ഉദ്ദേശിക്കാനേ പറയുള്ളൂ. നമ്മള് എന്റെ പൊന്നാര ലിയാഖത്ത് പറഞ്ഞ നമുക്ക് കഴിവ് അതന്നെയാണ് ഉദ്ദേശം, അതിന്റെ ആശയം. ഇത്രേ ഉള്ളൂ. എന്താ സംഭവം എന്താ? നാളെ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ തോന്നുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ചെയ്യുന്നതിനെ കുറിച്ചോ നീ പറയുന്ന വാഗ്ദാനത്തെ കുറിച്ചോ അല്ല, നമ്മളുടെ ചിന്തയെ കുറിച്ച് അള്ള പറഞ്ഞ എന്താ പറയേ. ആ ചിന്ത അവിടെ ഉദ്ദേശിക്കണം എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാ എന്താ? നബി അവിടെ സംഗതി ഉണ്ടായി. എന്താ നബി ഒരു മറുപടി പറയാന്ന് പറഞ്ഞു നാളെ. അത് അന്ന് തിരിച്ചാണ്, അങ്ങനെ പറയരുത്. എന്താണ് നിങ്ങൾ ഇൻഷാ അള്ളാ എന്ന് പറയാതെ നിങ്ങൾ അങ്ങനെ കാര്യം നാളെ ചെയ്യാമെന്ന് പറയരുത് എന്നുള്ളതിന്റെ ആശയമായിട്ട് പറയാനുള്ളത്. അത്രേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചിന്ത, പിന്നെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുന്നതും നല്ല പോസിറ്റീവ് ചിന്തകൾ വരുന്നതും പടച്ചോന്റെ ഭാഗമായിട്ട് വരുന്നതാ. അതങ്ങനെ വിശ്വാസം നീ ഇങ്ങനെ വെറുതെ ഒറ്റക്ക് ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ മനസ്സിലാവും. വിശ്വാസം എന്ന സംഗതി അതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ ഇനി ഒറ്റക്ക് സംസാരിക്കാൻ പറ്റില്ല ഉച്ചത്തില്, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ പുറത്തൊരു സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഒഴിഞ്ഞു വിളിക്ക്. ഓക്കെ, ഈ സമയം മതി. പക്ഷെ ഇന്നല്ല നാളെ മറ്റന്നാളെ വിളിച്ചോ, ഈ സമയം കുഴപ്പമില്ല. ഞാൻ വിളിക്കാം. വിളിക്കുക. ഞാൻ പുറത്താണ്, തിരക്ക് കേൾക്കണില്ലേ? ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കണില്ല? ഇല്ലേ? കറക്റ്റ്, ഭയങ്കര തിരക്കാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പൊട്ടി പിടിച്ച് സംസാരിക്കാം. ശരി ശരി ശരി. ഓക്കെ.